ഇനിയിപ്പോൾ ശ്യാമലേശ്വരം നമ്മൾ ഈ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോഴേ നിശ്ചയമായും പറഞ്ഞു പോകണം ലീഗിനെ കുറിച്ച്. കാരണം മലബാറിൽ യഥാർത്ഥത്തിൽ ഒരു ഹരിത തിലമാല തീർത്തിരിക്കുന്നു മുസ്ലിം ലീഗ്. 27 ഇടത്ത് മത്സരിച്ചു, അതിൽ 23 ഇടത്തും ചരിത്ര ജയമാണ് നേടിയിരിക്കുന്നത്. അതുപോലെ അതിലെടുത്തു പറയേണ്ടത് പേരാമ്പ്രയിൽ LDF കൺവീനറെ തന്നെ തറപറ്റിച്ച ഫാത്തിമ തെഹ്ലിയ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വനിതാ MLA ആയി മാറിയിരിക്കുന്ന, ഒരു നിയമസഭയിൽ ഒരു വനിതാ പ്രാതിനിധ്യം കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചരിത്ര ഭൂരിപക്ഷത്തോടെ ഒരിക്കൽ കൂടി കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ നെടുന്തൂണായി മാറുന്ന മറ്റൊരു കാഴ്ചയും ഉണ്ടായി. കാത്തിരുന്ന ജയം എന്നായിരുന്നു. 80,000 കടന്നുള്ള ഭൂരിപക്ഷം. ഇനിയും 3 റൗണ്ട് കണ്ട് എണ്ണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം കഴിയും കുഞ്ഞാപ്പയുടെ ലീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യം സാദിഖലി തങ്ങളുടെ പ്രതികരണത്തിലേക്ക്. കാത്തിരുന്ന ഒരു വിജയമാണ് ഇന്ന് കേരളം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലമായി ഓരോ കേരളീയനും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങളുടെ ഒക്കെ എല്ലാം ഒരു തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകാനുള്ളത്. സേതു, ഇത് കോഴിക്കോട് പോലെയുള്ള ഒരു കോട്ടയെ അങ്ങ് കടപുഴക്കുക എന്ന് പറയുമ്പോൾ അതിൽ ലീഗിന്റെ പങ്ക് നിസ്തുലമാണ്. അവർ ചരിത്രപരമായ ഒരു മുന്നേറ്റമാണല്ലോ നടത്തിയിരിക്കുന്നത്. പ്രസാദ്, അവിടെ ഈ കൊടുങ്കാറ്റിൽ ശരിക്കും UDF കൊടുങ്കാറ്റിൽ ലീഗ് വഹിച്ച ഒരു പങ്ക് എന്നുള്ളത് അത്രയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 23 സീറ്റിലും അവർ ജയിച്ചു കയറിയിരിക്കുന്നു. അവർ എല്ലാ മേഖലയിലും അവിടെ UDFന് വിജയം ഉറപ്പാക്കാൻ അഹോരാത്രം പരിശ്രമിച്ച ഒരു പാർട്ടി കൂടിയാണ് ലീഗ് എന്നുള്ളത്, അല്ലേ പ്രസാദ്? തീർച്ചയായും ശ്യാമിലി, സേതു, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വിജയം എന്ന് തന്നെ പറയാം. 80%-ലധികം, അതായത് അവർ മത്സരിച്ചത് 27 സീറ്റുകളിലാണ്. അതിൽ 22 സീറ്റുകളിലാണ് അവർ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അഴീക്കോട്, കൂത്തുപറമ്പ്, ഗുരുവായൂർ, പുനലൂർ, ചേലക്കര ഇവിടങ്ങളിൽ മാത്രമാണ് പരാജയപ്പെട്ടുള്ളത്. അതിൽ കൂത്തുപറമ്പിലും ഗുരുവായൂരും അഴീക്കോടുമെല്ലാം 1000-ൽ താഴെ, കൂത്തുപറമ്പിൽ 1286-ഉം ഗുരുവായൂരിൽ 1988 വോട്ട് മാത്രമാണ് പരാജയപ്പെട്ടത്. പുനലൂരും ചേലക്കരയും മാത്രമാണ് വലിയൊരു മാർജിനിൽ പരാജയപ്പെടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ലീഗ്, ഇപ്പം നേരത്തെ ഷാമിൽ പറഞ്ഞതുപോലെ തന്നെ, ലീഗ് UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വടക്കൻ കേരളത്തിൽ അതിന് നേതൃത്വം കൊടുത്തത് ലീഗ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ ലീഗ് തന്നെയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ വിജയത്തിന് ശേഷം കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞതുപോലെ ലീഗാണോ കോൺഗ്രസ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഒരേ മനസ്സോടുകൂടി തന്നെ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇത്രയധികം നേട്ടം ഉണ്ടാകുമെന്ന്, ഒരുപക്ഷെ ഇത്രയും തിരിച്ചടി ഉണ്ടാകുമെന്ന് LDF ഒരു കാരണവശാലും കണക്ക് കൂട്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ പരാജയത്തിന് പല കാരണങ്ങളായി അവർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്, പ്രാഥമിക വിലയിരുത്തലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആളുകളെ മനസ്സിൽ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അല്ല എങ്കിൽ എലത്തൂരിൽ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അവിടെ സ്ഥാനാർത്ഥിക്കെതിരെ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, നടക്കാൻ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ മത്സരിക്കണമെന്ന സ്ഥാനാർത്ഥിയെ ജനങ്ങൾ, അത് UDFന്റെ ആളുകൾ മാത്രമല്ല LDFന്റെ ആളുകൾ കൂടി ചേർന്ന് സംയുക്തമായി പരാജയപ്പെടുത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പേരാമ്പ്രയിലാണ് ഒരു വലിയ രാഷ്ട്രീയ തോൽവി LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുമ്പോൾ ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പിന്നീട് LDFന്റെ കോട്ടകളിൽ പോലും അവിടെ ഫാത്തിമ തെഹ്ലിയയ്ക്ക് വോട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് 80,000-ലധികം വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് വിജയിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ആ ഒരു വിജയത്തിൻ്റെയൊക്കെ വലിപ്പം നമുക്ക് കാണാം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും, മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും വലിയ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. UDFന്റെ ഒരു വിജയത്തിൽ അവരുടെ ഒരു നിർണായക പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രചരണ രംഗത്താണെങ്കിലും അവരുടെ UDFനകത്തുണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണെങ്കിലും ക്രൈസിസ് മാനേജ്മെന്റിലാണെങ്കിലും എല്ലാം ലീഗ് വലിയ തോതിൽ ഒരു വേങ്ങരയിൽ നിന്ന് മലപ്പുറത്ത് പോയി മത്സരിച്ചുണ്ടാക്കിയ ആ ലീഡിനെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് പോയത് തന്നെ അതിൻ്റെ 2 കാരണങ്ങളാണ് ഉള്ളത്. പാർട്ടി പ്രവർത്തകർ പറയുന്നത്, ഒന്ന്, ജില്ലയുടെ ആസ്ഥാനമായതുകൊണ്ട് മലപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവ് വരട്ടെ, മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരു മുതിർന്ന നേതാവ് മലപ്പുറത്തെ അവരുടെ ആസ്ഥാനത്ത് തന്നെ MLA ആകട്ടെ എന്നൊരു ആലോചനയിൽ നിന്നാണ് വേങ്ങരയിൽ നിന്നും മലപ്പുറത്തേക്ക് മാറാൻ അദ്ദേഹം ആലോചിക്കുന്നതും പാർട്ടി ആലോചിക്കുന്നതും. പിന്നീട് അവിടെ വലിയ ലീഡ്, അത് അവരുടെ നേതാവിനൊരു പ്രധാനപ്പെട്ട ലീഡ് കൂടി കിട്ടുക എന്നത് സ്വാഭാവികമായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി
മുൻകാലങ്ങളിലും അദ്ദേഹം UDF-ന്റെ സർക്കാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വലിയ റോള്, ഒരു കിറി റോള് തന്നെ അദ്ദേഹം വഹിച്ചിരുന്നതാണ്. എന്തെങ്കിലും അവിടെ തന്നെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിലാണെങ്കിൽ അതിന് മുമ്പെല്ലാം. അപ്പോൾ തീർച്ചയായും ഈ സർക്കാരിലും ഉമ്മൻചാണ്ടി ക്ഷമിക്കണം, കുഞ്ഞാലിക്കുട്ടി തന്നെ ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ പ്രസാദ്, ശരി. അപ്പം പറഞ്ഞ പോലെ തന്നെ ലീഗിന്റെ ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ കുതിപ്പ്, അതെ, അവരുടെ പോരാട്ടം, അവരുടെ കടന്നുകയറ്റം ഒക്കെ കോൺഗ്രസിന്റെ വിജയത്തെ, ടീം UDF-ന്റെ വിജയത്തെ ഏറ്റവും വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ലീഗിന്റെ ഓരോ പെർഫോമൻസും എന്ന കാര്യത്തിൽ തർക്കമില്ല.